നമസ്കാരം. തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ മുകേഷ് ലാൽ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. നടപടി. ചാവക്കാട് കൊല്ലപ്പെട്ട ഹനീഫയുടെ കുടുംബത്തെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം പാർട്ടി ഏറ്റെടുക്കുമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. ഹനീഫ വധക്കേസിലെ ഒരു കുറ്റവാളിയെപ്പോലും രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നും സുധീരൻ. രക്തദാഹിയായ പാർട്ടിയെയാണ് കോൺഗ്രസ് എന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ചാവക്കാട് ഹനീഫ വധക്കേസ് അന്വേഷണം പ്രഹസനമാണെന്നും പിണറായി. തൃശൂരിൽ ഗുണ്ടാ സംഘത്തിലെ 4 പേർ അറസ്റ്റിൽ. പിടിയിലായത് നഗരത്തിൽ കവർച്ച ആസൂത്രണം ചെയ്ത 8-അംഗ സംഘത്തിലുള്ളവർ. കുത്തകകൾക്ക് ഭൂമി ദാനം ചെയ്യുന്നതിനായാണ് മോദി സർക്കാർ ഭൂമി ഏറ്റെടുക്കൽ ബില്ല് നടപ്പാക്കുന്നതെന്ന് മുൻ കേന്ദ്രമന്ത്രി മണിശങ്കർ അയ്യർ. ദേശീയ വരുമാനത്തിന്റെ മുഖ്യ പങ്കും ചുരുക്കം പേരിലേക്ക് ഒഴുകുകയാണെന്നും മണിശങ്കർ അയ്യർ. വിശദമായ വാർത്തകളിലേക്ക്. ബാബു എം പാലിശ്ശേരി MLA CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. തൃശൂരിൽ പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം. കുന്നംകുളം ഏരിയ കമ്മിറ്റിയിലെ വിഭാഗീയ പ്രവർത്തനങ്ങളുടെ പേരിലാണ് അച്ചടക്ക നടപടി സ്വീകരിച്ചത്. സഹോദരനായ ബാലാജിയെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഏരിയ കമ്മിറ്റിയിലേക്കും തരം താഴ്ത്തി. ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ ഈ മാസം 18 നടക്കുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വിശദീകരിക്കും. ചാവക്കാട് കൊല്ലപ്പെട്ട ഹനീഫയുടെ കുടുംബത്തെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം പാർട്ടി ഏറ്റെടുക്കുമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. ഹനീഫയുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹനീഫ കൊല്ലപ്പെട്ട സംഭവവും കൊലയ്ക്ക് പിന്നിലെ ഗൂഢാലോചനയും അന്വേഷിക്കണമെന്ന് സുധീരൻ പറഞ്ഞു. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരെയും പൂർണ്ണമായി നിയമത്തിന്റെ പിടിയിൽ കൊണ്ടുവന്നേ മതിയാകും. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നയിച്ച പശ്ചാത്തലവും കുറ്റവാളി ഒരാൾ പോലും രക്ഷപ്പെടുന്നു. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടേ മതിയാകും. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. ഹനീഫ വധക്കേസിലെ ഒരു കുറ്റവാളിയെ പോലും രക്ഷപ്പെടാൻ അനുവദിക്കില്ല. കൊലപാതകത്തിൽ നേരിട്ട് ഉൾപ്പെട്ടവരെയും നയിച്ചവരെയും കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. കുടുംബാംഗങ്ങളുടെയും ദൃക്സാക്ഷികളുടെയും അഭിപ്രായം പ്രധാനവും പ്രസക്തവുമാണ്. അക്രമരാഷ്ട്രീയം ഒരു പാർട്ടിക്കും ഭൂഷണമല്ല. കേസന്വേഷണത്തിൽ പോലീസ് കൂടുതൽ ജാഗ്രത കാണിക്കണം. തന്റെ പൊതുജീവിതത്തിൽ വാക്കുകൾ കിട്ടാൻ വിഷമിച്ച സന്ദർഭം വേറെ ഉണ്ടായിട്ടില്ലെന്നും സുധീരൻ പറഞ്ഞു. ഹനീഫയുടെ ഉമ്മയെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ KPCC പ്രസിഡന്റ്. തന്റെ പൊതുജീവിതത്തിൽ വാക്കുകൾ കിട്ടാൻ വിഷമിച്ച സന്ദർഭമാണിതെന്ന് സുധീരൻ പറഞ്ഞു. പ്രായമായ ഹനീഫയുടെ ഉമ്മയോട് എന്തു പറയണം, ആ കുട്ടികളെ എങ്ങനെ സമാധാനപ്പെടുത്തണം, ആ കുടുംബത്തെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്ന ചോദ്യങ്ങളോടെയാണ് സുധീരൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തെ നേരിട്ടത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന സുധീരൻ ഇന്ന് വൈകിട്ട് 6:30 ഹനീഫയുടെ മണത്തലയിലെ വീട്ടിലെത്തിയത്. കാറിൽ നിന്നിറങ്ങി വീൽചെയറിലായിരുന്നു വീട്ടിൽ പ്രവേശിച്ചത്. KPCC ജനറൽ സെക്രട്ടറി പത്മജ വേണുഗോപാൽ, TN പ്രതാപൻ MLA, DCC പ്രസിഡന്റ് O അബ്ദുറഹ്മാൻ കുട്ടി, DCC ജനറൽ സെക്രട്ടറി ജോൺ ഡാനിയൽ എന്നിവരും സുധീരനോടൊപ്പമുണ്ടായിരുന്നു. രക്തദാഹിയായ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. മൊയ്യാരത്ത് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മൊയ്യാരത്ത് ശങ്കരൻ അനുസ്മരണ സമ്മേളനം അയ്യന്തോൾ കോസ്റ്റ് ഫോർഡിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പിണറായി. മൊയ്യാരത്തിനെ ക്രൂരമായി കൊല ചെയ്ത സംസ്കാരം കോൺഗ്രസ് ഇപ്പോഴും തുടരുകയാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു. കോൺഗ്രസ് ഭരണത്തിന് ശേഷം 26 CPM പ്രവർത്തകർ കൊല്ലപ്പെട്ടു. ചാവക്കാട്ടെ ഹനീഫ കൊലപാതകം അതിദാരുണമാണെന്നും കൊലയ്ക്ക് നേതൃത്വം നൽകിയവരും ഗൂഢാലോചനക്കാരും സ്വതന്ത്രരാണെന്നും പിണറായി വിജയൻ ആരോപിച്ചു. അധികാരത്തിന്റെ ഹുങ്കുമൂലം കോൺഗ്രസ്സുകാർ പരസ്പരം കൊല നടത്തുകയാണ്. സ്വന്തം സഹപ്രവർത്തകരെ കൊലപ്പെടുത്തുന്ന പ്രവർത്തകരെ കോൺഗ്രസ് നേതൃത്വം സംരക്ഷിക്കുകയാണ്. കൊലപാതക സംസ്കാരം കോൺഗ്രസ് അവസാനിപ്പിക്കണമെന്നും ഇതിനു പറ്റിയ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ടെന്നും പിണറായി കൂട്ടിച്ചേർത്തു. ഒരു രക്തദാഹിയായ പാർട്ടി സ്വന്തം സഹപ്രവർത്തകരെ കൊല ചെയ്യാൻ മടിക്കാത്ത രക്തദാഹികൾ, ഇത് കോൺഗ്രസിനല്ലാതെ മറ്റാർക്കെങ്കിലും ചെയ്തു. ഇവരെ ആകെ സംരക്ഷിക്കുന്ന നിലപാടിനെ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ മൊയ്യാരത്തിനെ കൊലപ്പെടുത്തിയ ആ സംസ്കാരം ഇപ്പോഴും തുടരുകയാണ്.
CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. കവി ഡോക്ടർ സി രാവുണ്ണി, ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ, മൊയ്യാരത്ത് ജനാർദ്ദനൻ, പ്രിയ വർഗീസ്, N രാജൻ എന്നിവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. ചാവക്കാട് ഹനീഫ വധക്കേസ് അന്വേഷണം പ്രഹസനമാണെന്നും കുറ്റവാളികളെ സംരക്ഷിക്കുന്ന അന്വേഷണമാണ് നടക്കുന്നതെന്നും CPM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. ഹനീഫയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പിണറായി. തൃശൂർ ജില്ലയിൽ ക്രിമിനലുകളെ കോൺഗ്രസ് പാർട്ടി സംരക്ഷിക്കുന്നുവെന്നുള്ള പ്രത്യേക സാഹചര്യമാണുള്ളത്. പലപ്പോഴും ഈ ക്രിമിനലുകൾ കോൺഗ്രസ് പ്രവർത്തകരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണോ പാർട്ടിയെ വളർത്തുന്നതെന്നും കോൺഗ്രസുകാരുടെ കൈയാൽ കൊല ചെയ്യപ്പെട്ട എത്രാമത്തെ കോൺഗ്രസുകാരനാണ് ഹനീഫയെന്നും പിണറായി ചോദിച്ചു. കോൺഗ്രസുകാരുടെ കൈയാൽ കൊല ചെയ്യപ്പെട്ട എത്രാമത്തെ കോൺഗ്രസുകാരനാണ് ഹനീഫ? ഇങ്ങനെയാണോ പാർട്ടി പ്രവർത്തനം നടത്തേണ്ടത്? ഈ കാര്യത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം നടക്കണം. നിഷ്പക്ഷരും കഴിവുറ്റവരുമായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിലായിരിക്കണം അന്വേഷണം നടക്കുന്നത്. ഇതേവരെ നടന്ന അന്വേഷണ പ്രവർത്തനങ്ങളെല്ലാം മാറ്റിവെച്ച് ഗൗരവമായി അന്വേഷിക്കുന്ന നിലപാട് സ്വീകരിക്കണം. എല്ലാവരും പറയുന്നത് കോൺഗ്രസ് ഗ്രൂപ്പ് വഴക്കാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ്. എന്നാൽ കൊലപാതകത്തിന് നേതൃത്വം നൽകിയവർ കയ്യും വീശി നടക്കുന്നു. കോൺഗ്രസുകാരുടെ വികാരം മനസ്സിലാക്കാൻ കോൺഗ്രസ് പ്രധാനികൾ ആരെങ്കിലും ഇവിടെ സന്ദർശിക്കുന്നത് നന്നായിരിക്കും. ഭരണത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും പ്രവർത്തനത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഹനീഫ വധക്കേസ് അന്വേഷണത്തിന് സ്പെഷ്യൽ ടീമിനെ ശരിയായ രീതിയിൽ നിയമിക്കണമെന്ന് പിണറായി ആവശ്യപ്പെട്ടു. CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ, MLA മാരായ KV അബ്ദുൽ ഖാദർ, K രാധാകൃഷ്ണൻ, DYFI സംസ്ഥാന സെക്രട്ടറി M സ്വരാജ്, CPM ചാവക്കാട് ഏരിയ സെക്രട്ടറി M കൃഷ്ണദാസ്, നഗരസഭാ ചെയർപേഴ്സൺ AK സതീരത്നം എന്നിവരും പിണറായി വിജയനോടൊപ്പം ഉണ്ടായിരുന്നു. TCV ചാവക്കാട്. നല്ല പ്രവർത്തകനെ കോൺഗ്രസിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് TN സീമ MP പറഞ്ഞു. ചാവക്കാട് കുത്തേറ്റ് മരിച്ച കോൺഗ്രസ് നേതാവ് ഹനീഫയുടെ വീട്ടിലെത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. വ്യക്തമായ തെളിവുകളുണ്ടായിട്ടും പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിയുന്നില്ല. പോലീസ് നിഷ്ക്രിയത്വം പാലിക്കുകയാണെന്നും സീമ ആരോപിച്ചു. അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം KV നഫീസ, ജില്ലാ സെക്രട്ടറി മേരി തോമസ്, നഗരസഭാ ചെയർപേഴ്സൺ AK സതീരത്നം തുടങ്ങിയവരും സീമയോടൊപ്പമുണ്ടായിരുന്നു. തൃശൂർ കിഴക്കേക്കോട്ടയിലെ ഇറച്ചി മാർക്കറ്റിലെ കോഴിക്കച്ചവടക്കാരനെ ആക്രമിച്ച് പണം തട്ടാനെത്തിയ 8-അംഗ ഗുണ്ടാ സംഘത്തിലെ 4 പേരെ തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. 4 പേർ ഓടി രക്ഷപ്പെട്ടു. തൃശൂർ ലൂർദുപുരം സ്വദേശി കുരിശിങ്കൽ സച്ചിൻ, പൊങ്ങണങ്കാട് സ്വദേശി വിവേക് പ്രിയൻ, കാളത്തോട് സ്വദേശി തറയിൽ വീട്ടിൽ ഡോൺ എന്ന് വിളിക്കുന്ന സെൽഡോൺ, അയ്യന്തോൾ കോലോമ്പറമ്പ് സ്വദേശി വെളുത്തേടത്ത് മണികണ്ഠൻ എന്നിവരെയാണ് SI-മാരായ P ലാൽകുമാർ, TR ഗ്ലാഡ്സൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. പ്രതികൾ സഞ്ചരിച്ചിരുന്ന സ്കോർപിയയും വടിവാൾ, ഇരുമ്പ് പൈപ്പ് വടിവാൾ എന്നിവയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചാവക്കാട് സ്വദേശി ശിവൻ എന്ന് വിളിക്കുന്ന ബഷീറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറസ്റ്റിലായ പ്രതികളെന്ന് പോലീസ് പറഞ്ഞു. സ്പോട്ടിൽ വെച്ച് സ്കോർപിയോ വാഹനത്തിൽ ആയുധങ്ങളുമായിട്ട് വന്ന ഒരു 8-അംഗ സംഘത്തെയാണ് പോലീസിന് വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അതിൽപ്പെട്ട 4 പേരെ അറസ്റ്റ് ചെയ്യുകയും അവരിൽ നിന്നുള്ള ആയുധങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തിട്ടുള്ളത്. അറസ്റ്റിലായ വിവേകും സച്ചിനും ലഹരി ഗുളികകൾ അമിതമായി കഴിക്കുന്നവരാണ്. ഞായറാഴ്ച 20-ാം പിറന്നാൾ ആഘോഷിക്കുന്നതിനിടയിലാണ് സച്ചിൻ പോലീസ് പിടിയിലാകുന്നത്. 14-ാം വയസ്സിൽ ആദ്യം കൊലപാതകം നടത്തിയ സച്ചിൻ 3 പേരെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. കൊലക്കേസിനു പുറമെ 12ഓളം ക്രിമിനൽ കേസുകളിലും സച്ചിൻ പ്രതിയാണ്. ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയായ ഡോൺ ആദ്യമായാണ് ക്രിമിനൽ കേസിൽ പ്രതിയാകുന്നത്. കിഴക്കേക്കോട്ടയിലെ കോഴിക്കച്ചവടക്കാരനെ ആക്രമിക്കാനെത്തിയ സംഘത്തിന്റെ ദൃശ്യങ്ങൾ പോലീസ് സ്ഥാപിച്ച രഹസ്യ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ASI അനിൽകുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സൂരജ്, ലിൻഡോ, സിവിൽ പോലീസ് ഓഫീസർമാരായ സാബു, ജോഷി എന്നിവർ പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. TCV ന്യൂസ്, തൃശൂർ. ഡോക്ടർമാരുടെ കുറിപ്പടിയില്ലാതെ മനോരോഗികൾക്കുള്ള മരുന്ന് വ്യാപകമായി വിതരണം ചെയ്യുന്നതായി പോലീസ്. മനോരോഗികൾക്കുള്ള മരുന്ന് ആശുപത്രികളിലെ ഫാർമസികൾ മുഖാന്തരം മാത്രമാണ് കൊടുക്കാൻ പാടുള്ളൂ. ഇത് മറികടന്നാണ് പല മെഡിക്കൽ ഷോപ്പുകളും മനോരോഗികൾക്കുള്ള മരുന്നുകൾ സൂക്ഷിക്കുകയും ലഹരിക്കായി യുവാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുന്നതായി വിവരം പോലീസിന് ലഭിച്ചത്. തൃശൂരിൽ അറസ്റ്റിലായ ഗുണ്ടാ സംഘത്തിൽ നിന്നാണ് ഇത് സംബന്ധിച്ച വിവരം ലഭിച്ചത്. അറസ്റ്റിലായ വിവേക് മനോരോഗികൾക്ക് നൽകുന്ന ഗുളിക അമിതമായി ഉപയോഗിക്കുന്നയാളാണെന്ന് പോലീസ് പറഞ്ഞു. മനോരോഗികൾക്കുള്ള ഗുളികയും സിറപ്പും ഒരുമിച്ച് കഴിക്കുന്നത് മൂലം അമിതമായി ലഹരി ലഭിക്കുന്നതിനാൽ പലരും ഇത്തരം മരുന്ന് തേടി ഡോക്ടർമാരുടെ കുറിപ്പടി പോലുമില്ലാതെ മെഡിക്കൽ ഷോപ്പിൽ എത്തുന്നുണ്ടെന്നാണ് പോലീസ് നിരീക്ഷണം. അറസ്റ്റിലായ ഡോൺ ലഹരി ഗുളിക കഴിച്ച ആവേശത്തിലാണ് ഗുണ്ടാ സംഘത്തിനൊപ്പം ചേർന്ന് ആക്രമണത്തിനെത്തിയതെന്നും പോലീസ് പറഞ്ഞു. വികസനത്തിന്റെ പേരിൽ ആദിവാസികളടക്കമുള്ളവരെ കുടിയിറക്കി കുത്തകകൾക്ക് ഭൂമി ദാനം ചെയ്യുന്നതിനായാണ് മോദി സർക്കാർ
ഭൂമി ഏറ്റെടുക്കൽ ബില്ല് നടപ്പാക്കുന്നെന്ന് മുൻ കേന്ദ്രമന്ത്രി മണിശങ്കർ അയ്യർ പറഞ്ഞു. തൃശൂർ കോസ്റ്റ്ഫോർഡിൽ സി അച്യുതമേനോൻ സ്മൃതിയുടെ ഭാഗമായി ജനാധിപത്യവും വികസനവും നേരിടുന്ന വെല്ലുവിളികൾ, പഞ്ചായത്ത് രാജ് ബദൽ എന്നീ വിഷയത്തിൽ സ്മാരക പ്രഭാഷണം നടത്തുകയായിരുന്നു മണിശങ്കർ അയ്യർ. ആദിവാസികളെ അവരുടെ ഭൂമിയിൽ നിന്നും കുടിയൊഴിപ്പിക്കുകയാണ് വികസനത്തിന്റെ പേരിൽ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൻകിട വ്യവസായങ്ങൾക്കായി ഗുജറാത്തിൽ നടപ്പാക്കിയ മോദി മോഡൽ രാജ്യവ്യാപകമായി നടപ്പാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ. ഭരണകൂടങ്ങളുടെ ഇത്തരം ഭീകരതകൾ വ്യാപകമായതിനാലാണ് ആദിവാസികൾ അടക്കമുള്ളവർക്ക് തോക്കെടുക്കേണ്ടി വരുന്നതും മാവോയിസ്റ്റുകളെയും നക്സലുകളെയും പിന്തുണയ്ക്കേണ്ടി വരുന്നതും. ദേശീയ വരുമാനത്തിന്റെ മുഖ്യ പങ്കും ചുരുക്കം പേരിലേക്ക് ഒഴുകുന്നുവെന്നതാണ് നമ്മുടെ സാമ്പത്തിക സാമൂഹിക നയങ്ങളുടെ വലിയ ശാപം. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഭാരതത്തിന്റെ ഒരേയൊരു സുപ്രധാന നേട്ടമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് നമ്മുടെ ജനാധിപത്യ സംവിധാനമാണെന്നും മണിശങ്കർ അയ്യർ പറഞ്ഞു. കോസ്റ്റ്ഫോർഡ് ചെയർമാൻ ഡോക്ടർ KP കണ്ണൻ അധ്യക്ഷത വഹിച്ചു. CN ജയദേവൻ MP, സി അച്യുതമേനോൻ അനുസ്മരണം നടത്തി. ഡോക്ടർ MN സുധാകരൻ, MP അച്യുതൻ, PB സാജൻ, ചന്ദ്രദത്ത് എന്നിവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. മാപ്രാണം മാടായിക്കോണത്ത് സ്കൂട്ടറിന് പിന്നിൽ ടെമ്പോയിടിച്ച് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മരിച്ചു. തൊട്ടിപ്പാൽ പള്ളം സ്വദേശി പറപ്പുള്ളി വീട്ടിൽ 20 വയസ്സുള്ള അംബു ശിവദാസാണ് മരിച്ചത്. ഇന്ന് വൈകിട്ട് 7:30 അപകടം. ഇടിച്ച വാഹനം നിർത്താതെ പോയി. അങ്കമാലിയിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയാണ് അംബു. ഇയാൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് പിന്നിൽ അമിത വേഗതയിലെത്തിയ ടെമ്പോ ഇടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് അംബു തൽക്ഷണം മരിച്ചു. 7 പതിറ്റാണ്ടുകാലം പുഴയിൽ നിന്നും മൃതദേഹങ്ങൾ മുങ്ങിയെടുത്ത് കയങ്ങളുടെ തോഴനെന്ന് ഖ്യാതി നേടിയ ഔസേ പുണ്ണി മുങ്ങി മരിച്ചു. ചാലക്കുടി പുഴയുടെ അരൂർ മൂഴിക്കടവിൽ കാണാതായ 84-കാരനായ ഔസേ പുണ്ണിയുടെ മൃതദേഹം ഇന്ന് ഉച്ചയോടെയാണ് കണ്ടെത്തിയത്. വെള്ളിയാഴ്ച രാത്രി മത്സ്യം പിടിക്കുന്നതിന് പോയ ഇയാളെ പിന്നീട് കാണാനില്ലായിരുന്നു. തുടർന്ന് ഇന്നലെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും പ്രയോജനമുണ്ടായില്ല. ഇന്ന് രാവിലെ മുതൽ നാട്ടുകാർ അന്വേഷണം നടത്തുന്നതിനിടയിൽ ഔസേ പുണ്ണിയുടെ മൃതദേഹം ചിക്ലായി കടവിൽ പൊന്തുകയായിരുന്നു. അഖിലേന്ത്യാ കിസാൻ സഭ പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ പ്രഥമ മാധ്യമ പുരസ്കാരം TCV പുതുക്കാട് ലേഖകൻ സരീഷ് വരന്തപ്പിള്ളിക്ക്. കാർഷിക രംഗവുമായി ബന്ധപ്പെട്ട് നൽകിയ റിപ്പോർട്ടിനാണ് പുരസ്കാരം. നെന്മണിക്കര കാർഷിക സമൃദ്ധിയിലേക്ക് എന്ന റിപ്പോർട്ടാണ് സരീഷിനെ അവാർഡിനെ അർഹനാക്കിയത്. മികച്ച പത്ര റിപ്പോർട്ടിനുള്ള പുരസ്കാരം മാതൃഭൂമി പ്രാദേശിക ലേഖകൻ US ശ്രീശോഭിനാണ്. ജനയുഗം പ്രാദേശിക ലേഖകൻ സിജു സ്നേഹപുരം, ജന്മഭൂമി പ്രാദേശിക ലേഖകൻ രാജേഷ് കുർമാലി എന്നിവർക്ക് പരാമർശമുണ്ട്. കർഷക ദിനമായ നാളെ CN ജയദേവൻ MP പുരസ്കാര സമർപ്പണം നടത്തും. സാമൂഹിക ക്ഷേമ പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അട്ടിമറിക്കുകയാണെന്ന് TN സീമ MP പറഞ്ഞു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. പ്രഖ്യാപനങ്ങൾ കൊണ്ട് മാത്രമാണ് BJP സർക്കാർ ഭരിക്കുന്നത്. ഫണ്ടുകൾ ഒന്നും തന്നെയില്ല. സ്ത്രീകൾക്കുള്ള ഫണ്ട് കൂട്ടുന്നതിന് പകരം 2000 കോടി രൂപയുടെ പദ്ധതി കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു. സംസ്ഥാന സർക്കാരും ബജറ്റിൽ സ്ത്രീകളുടെ ഉന്നമനത്തിനായുള്ള ഫണ്ടുകൾ വെട്ടിക്കുറച്ചെന്നും MP പറഞ്ഞു. കേന്ദ്രത്തിലും കേരളത്തിലും അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ഫലപ്രദമായ പദ്ധതികളോ ഫണ്ടുകളോ ഇല്ലെന്നും സീമ കൂട്ടിച്ചേർത്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR വിജയ അധ്യക്ഷയായിരുന്നു. ജില്ലാ സെക്രട്ടറി മേരി തോമസ്, സംസ്ഥാന കമ്മിറ്റി അംഗം KV നഫീസ, പ്രൊഫസർ R ബിന്ദു, അഡ്വക്കേറ്റ് KP സുമതി തുടങ്ങിയവർ സംസാരിച്ചു. കോലടിയിൽ ഓട്ടോറിക്ഷ ഇടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. കോലടി സ്വദേശി പാറേക്കാട്ടിൽ 80 വയസ്സുള്ള വേലായുധനാണ് മരിച്ചത്. അപകടത്തെ തുടർന്ന് ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. കാലവർഷം കുറഞ്ഞു. വരുന്നത് വരൾച്ചയുടെയും വിലക്കയറ്റത്തിന്റെയും വേനലെന്ന് നിരീക്ഷണം. പതിവില്ലാത്ത വിധം ആറാട്ടുമുടങ്ങി താണിക്കുടം ഭഗവതി ക്ഷേത്രം. ഇത്തവണ ശരാശരി മഴ പോലും ലഭിച്ചില്ല. കടുത്ത വേനലിന്റെ പ്രതീതി ഉണർത്തിയാണ് കർക്കിടകം വിട പറയുന്നത്. ജൂൺ 1 മുതൽ 29 വരെ സംസ്ഥാനത്ത് 969.2 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. എന്നാൽ ഇക്കാലയളവിൽ ലഭിക്കാറുള്ള ശരാശരി മഴ 1340.2 മില്ലിമീറ്ററാണ്. കാറ്റിന്റെ ഗതിയെ തടഞ്ഞ എൽനിനോ പ്രതിഭാസമാണ് മഴ കുറയാൻ കാരണമെന്നാണ് ശാസ്ത്ര നിരീക്ഷണം. മഴക്കുറവ് മൂലം പതിവില്ലാത്ത വിധം ഇത്തവണ താണിക്കുടം ക്ഷേത്രത്തിലെ ആറാട്ടും മുടങ്ങി. കനത്ത മഴയിൽ വെള്ളമുയർന്ന് ക്ഷേത്രത്തിലെ ബിംബം വെള്ളത്തിൽ മൂടുമ്പോഴാണ് ഇവിടെ ആറാട്ട് നടക്കാറുള്ളത്. എന്നാൽ ഇത്തവണ ആറാട്ടുണ്ടായില്ല. ഓർമ്മയിൽ പോലും ആറാട്ട് മുടങ്ങിയ സംഭവം ഉണ്ടായിട്ടില്ലെന്ന് ക്ഷേത്രം അടിയന്തരക്കാരനായിരുന്ന മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാർ പറഞ്ഞു. താണിക്കുടം ക്ഷേത്രത്തിലെ എൻ്റെ ഓർമ്മയിൽ ആറാട്ട് മുടങ്ങിയിട്ടില്ല. അടുത്ത കാലത്തൊന്നും മുടങ്ങിയിട്ടില്ല. വരൾച്ചാ പ്രദേശങ്ങളിൽ കൂടുകൂട്ടുന്ന പക്ഷികൾ ജില്ലയിലെ പലയിടങ്ങളും താവളമാക്കുന്നതായി ശാസ്ത്രജ്ഞർ നിരീക്ഷിച്ചിരുന്നു. പതിവില്ലാത്ത വിധം ഭൂഗർഭജലം താഴുകയാണ്. ദക്ഷിണേന്ത്യ മുഴുവൻ മഴ കുറഞ്ഞതോടെ വരൾച്ചയ്ക്കൊപ്പം വിലക്കയറ്റം കൂടി മുന്നിലുണ്ട്. പച്ചക്കറിക്കും ഭക്ഷ്യവസ്തുക്കൾക്കും വൻതോതിൽ വില കൂടുമെന്നാണ് വിലയിരുത്തുന്നത്. കരുതൽ ജലം ശ്രദ്ധാപൂർവം വിനിയോഗിക്കണമെന്നാണ് വരൾച്ചയുടെ നാളുകൾ മുന്നറിയിപ്പ് നൽകുന്നത്. മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പീച്ചി ഡാമിലെ ജലനിരപ്പിൽ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നതും വരും നാളുകളിലേക്കുള്ള സൂചനയാണ്. TCV തൃശൂർ.
തൃശൂർ ഫൈൻ ആർട്സ് സൊസൈറ്റി ഏർപ്പെടുത്തിയ നാടകശ്രേഷ്ഠ പുരസ്കാരം വിതരണം ചെയ്തു. സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA പുരസ്കാരം സമ്മാനിച്ചു. പുരസ്കാര ജേതാവായ ഫാദർ ആൽബർട്ട് കപ്പൂച്ചിന്റെ സാന്നിധ്യത്തിൽ നാടകനടൻ മോഹൻ പോഴത്താണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. KL റപ്പായി, KP ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിന് മുന്നോടിയായി ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ മഞ്ഞിൽ വിരിഞ്ഞ സ്നേഹം എന്ന നാടകവും അരങ്ങേറി. സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലംനിറ ആഘോഷിച്ചു. കാർഷിക സമൃദ്ധി വിളിച്ചോതുന്ന ചടങ്ങിൽ പങ്കെടുത്ത് ഐശ്വര്യത്തിന്റെ പ്രതീകമായ നെൽക്കതിരുകൾ ഏറ്റുവാങ്ങി ആയിരങ്ങൾ നിർവൃതിയടഞ്ഞു. ക്ഷേത്രത്തിന് മുന്നിലെ കല്യാണ മണ്ഡപത്തിൽ തലേന്ന് ഒരുക്കിവെച്ചിരുന്ന കതിർക്കറ്റകൾ പാരമ്പര്യ അവകാശികളായ അഴീക്കൽ മനയം കുടുംബങ്ങളിൽ നിന്നുള്ളവർ തലച്ചുമടായി കിഴക്കേ ഗോപുരനടയിൽ എത്തിച്ചു. ഗോപുരനടയിലെ ദീപസ്തംഭത്തിനരികിൽ അരിമാവണിഞ്ഞ് നാക്കിൽ വെച്ചതിന് മുകളിൽ സമർപ്പിച്ച കതിർക്കറ്റകളിൽ കീഴ്ശാന്തി വേങ്ങേരി വാസുദേവൻ നമ്പൂതിരി തീർത്ഥം തെളിച്ച് ശുദ്ധി വരുത്തി. തുടർന്ന് ഓട്ടുരുളിയിൽ വെച്ച കതിർക്കറ്റകൾ ശാന്തിയേറ്റ കീഴ്ശാന്തിമാരായ വേങ്ങേരി വാസുദേവൻ നമ്പൂതിരി, മേച്ചേരി ഗോവിന്ദൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിൽ നാലമ്പലത്തിനകത്തേക്ക് എഴുന്നള്ളിച്ചു. കുത്തുവിളക്ക്, ശംഖ്, ചെണ്ട, ചേങ്ങില എന്നിവ അകമ്പടിയായി. ക്ഷേത്രത്തിലെ 13 കീഴ്ശാന്തി ഇല്ലങ്ങളിൽ നിന്നുള്ള 60ഓളം കീഴ്ശാന്തി നമ്പൂതിരിമാർ കതിർക്കറ്റകളുമായി അനുഗമിച്ചു. നാലമ്പലത്തിനകത്തെ നമസ്കാര മണ്ഡപത്തിൽ ദശപുഷ്പം, ആല്, മാവ്, പ്ലാവ്, നെല്ലി, കാഞ്ഞിരം എന്നിവയുടെ ഇലകൾ വെച്ച് ഒരുക്കിയ നിറക്കോപ്പിൽ സമർപ്പിച്ച കതിർക്കറ്റകളിൽ മേൽശാന്തി മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരി മഹാലക്ഷ്മി പൂജ നടത്തി. തുടർന്ന് ഒരു കെട്ട് കതിർക്കറ്റ പട്ടിൽ പൊതിഞ്ഞ് ഗുരുവായൂരപ്പന് സമർപ്പിച്ചതോടെ ചടങ്ങുകൾ പൂർത്തിയായി. തുടർന്ന് ഉപദേവതമാരുടെ ശ്രീലംഘങ്ങളിലും നിറ നടത്തി. പൂജിച്ച നെൽക്കതിരുകൾ പിന്നീട് ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്തു. പൂജിച്ചു നൽകിയ നെൽക്കതിരുകൾ ഭക്തർ വീടുകളിലും സ്ഥാപനങ്ങളിലും അടുത്ത വർഷം വരെ സൂക്ഷിക്കും. ഇല്ലം നിറച്ചു കിട്ടുന്ന നെൽക്കതിരുകൾ സൂക്ഷിക്കുന്നത് ഐശ്വര്യത്തിന്റെ പ്രതീകമാണെന്നാണ് വിശ്വാസം. TCV ഗുരുവായൂർ. തൃശൂർ പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളിലെ ഇല്ലനിറ ഭക്തി നിർഭരമായി. രാവിലെ ക്ഷേത്ര ഗോപുരത്തിന് പുറത്തുനിന്ന് വാദ്യോപചാരങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്ര ശാന്തിക്കാർ പട്ടിൽ പൊതിഞ്ഞ നെൽക്കതിർക്കറ്റകൾ തലയിലേന്തി നാലമ്പലത്തിനുള്ളിൽ സ്ഥാപിച്ച പത്മപീഠത്തിൽ വെച്ചു. തുടർന്ന് സർവൈശ്വര്യ പൂജ നടന്നു. ക്ഷേത്ര പൂജകൾക്ക് ശേഷം നെൽക്കതിരുകൾ ഭക്തജനങ്ങൾക്ക് പ്രസാദമായി നൽകി. പാറമേക്കാവ് ക്ഷേത്രത്തിലെ ഇല്ലനിറ ചടങ്ങുകൾക്ക് ക്ഷേത്ര മേൽശാന്തി മുണ്ടയൂർ ശ്രീധരൻ നമ്പൂതിരിയും തിരുവമ്പാടിയിലെ ഇല്ലനിറ ചടങ്ങുകൾക്ക് മേൽശാന്തി മൂത്തേടത്ത് സുകുമാരൻ നമ്പൂതിരിയും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദേവസ്വം ഭാരവാഹികൾ സന്നിഹിതരായിരുന്നു. രാമായണ മാസാചരണത്തിന് സമാപനം കുറിച്ച് നടന്ന ഇല്ലനിറ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തരാണ് ഇരു ക്ഷേത്രങ്ങളിലും എത്തിയത്. ഇല്ലനിറയ്ക്ക് ശേഷം പാറമേക്കാവ് ക്ഷേത്രത്തിൽ ഗോപൂജയും നടന്നു. കല്യാൺ സിൽക്സിന്റെ ഓണക്കോടിക്കൊപ്പം 1.5 കോടി സമ്മാന പദ്ധതിയുടെ 2ാമത്തെ ആഴ്ചയിലെ നറുക്കെടുപ്പ് എറണാകുളത്ത് നടന്നു. എറണാകുളം ഷോറൂമിൽ നടന്ന നറുക്കെടുപ്പ് മന്ത്രി K. ബാബു നിർവഹിച്ചു. സമ്മാനാർഹനായ പയ്യാമ്പലം സ്വദേശി ഷിഫാദിനെ മന്ത്രി ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു. ഹൈബി ഈഡൻ MLA, മേയർ ടോണി ചമ്മണി, ഡെപ്യൂട്ടി മേയർ ഭദ്ര, ചലച്ചിത്ര താരം അച്ചു വർഗീസ്, കല്യാൺ സിൽക്സ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ TS പട്ടാഭിരാമൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ഓണത്തോടൊപ്പം 1.5 കോടി പദ്ധതിയിലൂടെ കൈനിറയെ സമ്മാനങ്ങളാണ് കല്യാൺ സിൽക്സ് നൽകുന്നത്. 6 കാറുകൾ, 45 സ്കൂട്ടറുകൾ, 45 TV, 45 വാഷിംഗ് മെഷീൻ, 45 എയർ കണ്ടീഷണറുകൾ, 90 സ്മാർട്ട് ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി വിപുലമായ സമ്മാനങ്ങളാണ് കല്യാൺ സിൽക്സ് നൽകുന്നത്. ബമ്പർ സമ്മാനമായി നൽകുന്നത് 101 പവൻ സ്വർണമാണ്. ഓഗസ്റ്റ് 1 ആരംഭിച്ച സമ്മാന പദ്ധതി സെപ്റ്റംബർ 15 അവസാനിക്കും. അടുത്തയാഴ്ചയിലെ നറുക്കെടുപ്പ് തിരുവനന്തപുരം ഷോറൂമിൽ നടക്കുമെന്ന് കല്യാൺ സിൽക്സ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ TS പട്ടാഭിരാമൻ പറഞ്ഞു. ഓണത്തോടനുബന്ധിച്ച് ഏറ്റവും പുതിയ കളക്ഷനുകളുടെ വിപുലമായ വസ്ത്രശേഖരമാണ് കല്യാൺ സിൽക്സിന്റെ എല്ലാ ഷോറൂമുകളിലും ഒരുക്കിയിരിക്കുന്നത്. ഞായറാഴ്ചകളിലും ഷോറൂമുകൾ പ്രവർത്തിക്കും. സാംസ്കാരിക തലസ്ഥാനത്തെ കോൺഗ്രസുകാർ കൊലപാതകങ്ങളുടെ തലസ്ഥാനമാക്കി മാറ്റിയെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി M. സ്വരാജ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഹനീഫയുടെ കൊലപാതകത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണം. തൃശൂരിലെ മന്ത്രിക്കും പങ്കുണ്ടെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. കോൺഗ്രസിന്റെ കൊലപാതക രാഷ്ട്രീയത്തിനും കൊലപാതകികൾക്കും പോലീസ് കൂട്ടുനിൽക്കുന്നതിനെതിരെ ചാവക്കാട് നിന്ന് തൃശൂർ IG ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് സ്വരാജ് പറഞ്ഞു. 23-ന് ബേബി ജോൺ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. 24-ന് പ്രയാണം നടത്തുന്ന ജാഥ 25-ന് IG ഓഫീസിന് മുന്നിലെത്തും. തുടർന്ന് നടക്കുന്ന ധർണ MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യുമെന്നും സ്വരാജ് പറഞ്ഞു. ഇനി കാഴ്ചവട്ടം. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിദഗ്ധ സമിതി അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിക്ക് പച്ചക്കൊടി കാട്ടിയത് ഏറെ അഭിനന്ദനാർഹമാണ്. പരിസ്ഥിതി പ്രേമത്തിന്റെ പേരിൽ എന്തിനേയും എതിർക്കുന്നവരുടെ പൊള്ളയായ ആശങ്കകളുടെ കാണാക്കാഴ്ചകളിലേക്ക്. ജലസമൃദ്ധമാണ് കേരളം. വർദ്ധിച്ചു വരുന്ന കേരളത്തിന്റെ ഊർജാവശ്യങ്ങൾ നിറവേറ്റാൻ ഏറ്റവും സുരക്ഷിതമായ മാർഗം ജലവൈദ്യുത പദ്ധതികളാണ്. കാരണം അവയ്ക്ക് പരിസ്ഥിതി പ്രശ്നങ്ങൾ കുറവാണ്.
കൽക്കരി ഉപയോഗിച്ച് ഊർജോൽപാദനം നടത്താം. അവ പരിസ്ഥിതിക്ക് ദോഷമാണ്. ഏറ്റവും കൂടുതൽ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ ആണവ നിലയങ്ങൾക്കാണ് സാധിക്കുക. എന്നാൽ അവയുടെ സുരക്ഷ പ്രധാന പ്രശ്നമാണ്. അതുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾ ആണവ നിലയങ്ങളിൽ നിന്ന് പിന്മാറുകയാണ്. 10-15 വർഷം മുമ്പേ അതിരപ്പള്ളി പദ്ധതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ശ്രമങ്ങൾ തുടങ്ങിയതാണ്. സമ്മതിക്കില്ല പരിസ്ഥിതിവാദികൾ. കമ്പ്യൂട്ടർ വരുന്നതിന് വരെ എതിർത്ത നാടാണ് കേരളം. മുരടന്മാരും പിടിവാശിക്കാരും വിപ്ലവവാദികളും തോളിൽ ഒരു സഞ്ചിയും തൂക്കി മരമവിടെ മക്കളെ കാടവിടെ മക്കളെ എന്ന് പാട്ടും പാടി ഇവിടെ വിപ്ലവം വിളമ്പുന്നവരേറെയാണ്. ജനസംഖ്യയാണെങ്കിൽ മുന്നോട്ട്. അപ്പോൾ അവർക്ക് വായു മാത്രം ഭക്ഷിച്ചാൽ പോരല്ലോ, അതിന് ഫാക്ടറികൾ വരണം. സമ്മതിക്കേല. ഫാക്ടറികളൊക്കെ തമിഴ്നാട്ടിലും ഗുജറാത്തിലും വരും. ഇവിടുത്തെ ചെറുപ്പക്കാർ ജോലി തേടി ബോംബെയിലും വിദേശത്തും അലയും. അതിരപ്പള്ളി പദ്ധതി വന്നാൽ വലിയ പ്രശ്നമുണ്ടാകുമെന്നാണ് ചിലരുടെ ആശങ്ക. ഇതേക്കുറിച്ച് വിവിധ ഏജൻസികൾ പഠനം നടത്തി. ആശങ്ക അസ്ഥാനത്താണെന്നാണ് ഇവർ കണ്ടെത്തിയത്. പദ്ധതി പ്രദേശമായി മാറുന്ന 28.4 ഹെക്ടർ സ്ഥലത്ത് ജലനിരപ്പ് ഉയർന്നാലും അത് ജൈവ വൈവിധ്യത്തെ ഗുരുതരമായി ബാധിക്കില്ലെന്ന് പഠനം നടത്തി കണ്ടെത്തിയത് തിരുവനന്തപുരം ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാനിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപൂർവങ്ങളോ അന്യം നിന്നു പോകുന്നതോ ആയ സസ്യങ്ങളൊന്നും ഈ മേഖലയിലില്ലെന്നും വിദഗ്ധ സമിതി കണ്ടെത്തിയതാണ്. നീരൊഴുക്കിന് തടസ്സമില്ലാത്തതിനാൽ വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിതയ്ക്കും തടസ്സമുണ്ടാകില്ലെന്നാണ് പദ്ധതിയിൽ പറഞ്ഞിട്ടുള്ളത്. വൈദ്യുത ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വെള്ളം മറ്റു ആവശ്യങ്ങൾക്കായും ഉപയോഗിക്കാം. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് എതിർപ്പ്. 8 വർഷം മുമ്പ് പദ്ധതി നടപ്പാക്കാൻ തുനിഞ്ഞതാണ്. അന്നും എതിർത്തു. ഇപ്പോൾ അതുകൊണ്ട് പദ്ധതി ചെലവ് ഇരട്ടിയായത് മിച്ചം. പശ്ചിമഘട്ടത്തിലുള്ള കർണാടകയിലെ ഗുണ്ടിയ ജലവൈദ്യുത പദ്ധതിക്ക് കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ട്. അവിടെ ഒരു എതിർപ്പുമില്ല, പാട്ടും പാടലുമില്ല. ചിത്രശലഭങ്ങൾ നഷ്ടപ്പെടും, വർണ്ണമത്സ്യങ്ങൾ നശിക്കും. ഇതൊക്കെയാണ് പരിസ്ഥിതിവാദികളുടെ ദുർബല ന്യായീകരണങ്ങൾ. നമുക്ക് ചിത്രശലഭങ്ങളെ കണ്ടിരുന്നാൽ മതിയല്ലോ, വയറ് നിറയും. അരമണിക്കൂർ ലോഡ് ഷെഡിംഗ് വന്നാൽ സഹിക്കാത്ത മലയാളിക്ക് ഊർജ പദ്ധതികളോട് മാത്രം എതിർപ്പ്. പുഴകളിൽ നിന്നും മണലെടുക്കുന്നതിനെ എതിർത്ത് മണൽ വാരൽ നിരോധനം വന്നു. അങ്ങനെ മണൽ മാഫിയ കൊഴുത്തു. മണൽ ക്ഷാമമായപ്പോൾ സന്തോയമായി. പുഴകളിൽ മണൽ കുന്നുകൂടി കിടക്കുന്നു. എന്തൊരു പരിസ്ഥിതി പ്രേമം! ഇവരൊക്കെ വീട് പണിതത് ഇരുമ്പ് കൊണ്ടാണല്ലോ. എന്നാൽ ഡാമുകളിലെ ടൺ കണക്കിന് മണലെടുക്കാൻ ആർക്കും മിണ്ടാട്ടമില്ല. മണൽ മാഫിയ സമ്മതിക്കേല. തെരുവു നായ്ക്കൾ മനുഷ്യരെ ആക്രമിച്ചു കൊന്നാലും ഒരു കുഴപ്പവുമില്ല. ദാ വരുന്നു മൃഗപ്രേമികൾ. പരിസ്ഥിതി മുഴുവൻ മാലിന്യം കൊണ്ട് നിറഞ്ഞാലും ഇവർക്കൊന്നും ഒരു കുഴപ്പവുമില്ല. അപ്പോഴൊക്കെ മൗനം. അങ്ങനെ കുറെ പ്രേമികളെ കൊണ്ട് കേരളം കോരിത്തെരിക്കുകയാണ്. അതാണ് നമ്മുടെ ശാപവും. അനുബന്ധം: അതിരപ്പള്ളി പദ്ധതി നടപ്പാക്കിയാൽ വെള്ളച്ചാട്ടം ഇല്ലാതാകുമെന്ന് അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി കെ തോമസ്. വെള്ളച്ചാട്ടം കണ്ടില്ലെങ്കിൽ നമുക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടാണ്. അതിരപ്പള്ളി പദ്ധതി നടപ്പാക്കേണ്ടത് നാടിന്റെയും ജനങ്ങളുടെയും ആവശ്യമാണെന്ന് BD ദേവസി MLA. മുതുനെല്ലിക്ക ആദ്യം കായ്ക്കും, പിന്നെ മധുരിക്കും. സത്യം സത്യം. ശുഭം. മാരാർ ക്ഷേമസഭ ദേശീയ സമ്മേളനത്തിന് പൂങ്കുന്നത്ത് സമാപനമായി. പുഷ്പഗിരി സീതാരാമ കല്യാണ മണ്ഡപത്തിൽ നടന്ന സമാപന സമ്മേളനം പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി ഉദ്ഘാടനം ചെയ്തു. മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ പ്രയാർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വാദിത്രരത്നം, സോപാനം സാഹിത്യ പുരസ്കാരം, സോപാനരത്നം തുടങ്ങിയ പുരസ്കാരങ്ങൾ ചടങ്ങിൽ സമ്മാനിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഭാസ്കരൻ നായർ, പത്മശ്രീ പെരുവനം കുട്ടൻ മാരാർ, NE ഭാസ്കരൻ മാരാർ, പെരുവനം സതീശൻ മാരാർ തുടങ്ങിയവർ പങ്കെടുത്തു. സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് തൃപ്രയാർ രമേശ് മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളവും കീഴിലം ഗോപാലകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച മുടിയേറ്റും അരങ്ങേറി. നവീകരിച്ച അയ്യന്തോൾ സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. ഞാൻ എൻ്റെ പാർട്ടിയിലെ ആധുനിക ബാങ്കിംഗ് സൗകര്യങ്ങളോടെ നവീകരിച്ച ഹെഡ് ഓഫീസിന്റെ ഉദ്ഘാടനം സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് T സുധാകരൻ അധ്യക്ഷനായിരുന്നു. ഈവനിംഗ് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം CN ജയദേവൻ MPയും ലോക്കർ, സ്ട്രോങ് റൂം എന്നിവയുടെ ഉദ്ഘാടനം തേറമ്പിൽ രാമകൃഷ്ണൻ MLAയും മിനി ഹാളിന്റെ ഉദ്ഘാടനം പ്രൊഫസർ C രവീന്ദ്രനാഥ് MLAയും നിർവഹിച്ചു. കോർ ബാങ്കിംഗ് ഉദ്ഘാടനം സഹകരണ ജോയിന്റ് രജിസ്ട്രാർ CV ശശിധരനും സഹകരണ ലൈബ്രറിയുടെ ഉദ്ഘാടനം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ PK പുഷ്പാകരനും നിർവഹിച്ചു. ബാങ്കിന്റെ മുൻ പ്രസിഡന്റുമാരെയും
സെക്രട്ടറിമാരെയും CPM തൃശൂർ ഏരിയ സെക്രട്ടറി PK ഷാജൻ ആദരിച്ചു. ബാങ്ക് സെക്രട്ടറി KS സുനന്ദാബായ്, ഡയറക്ടർമാരായ CP പ്രീജ്, M കൃഷ്ണൻകുട്ടി, BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, CP റോയ്, AV പ്രദീപ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അച്യുതമേനോൻ സൊസൈറ്റി ഫോർ ഹ്യൂമൻ ആക്ഷൻ ആശയുടെ ആഭിമുഖ്യത്തിൽ C. അച്യുതമേനോൻ ചരമ വാർഷികാചരണവും അവാർഡ് സമർപ്പണവും തൃശൂരിൽ നടന്നു. P. ചിത്ര നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. ആശാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് NK ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. C. അച്യുതമേനോൻ അവാർഡ് മുൻ MLA KA ചന്ദ്രനെ അച്യുതമേനോന്റെ മകൻ ഡോക്ടർ V. രാമൻകുട്ടി സമ്മാനിച്ചു. അഡ്വക്കേറ്റ് A. ജയശങ്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സാഹിത്യ അക്കാദമി സെക്രട്ടറി R. ഗോപാലകൃഷ്ണൻ പ്രശസ്തി പത്രം സമർപ്പിച്ചു. ആശാ ജനറൽ സെക്രട്ടറി PI ജോസ്, ഡേവിസ് കണ്ണമ്പുഴ, PV ഗംഗാധരൻ, MV ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് തൃശൂർ മണ്ഡലം പദയാത്ര കിഴക്കേക്കോട്ടയിൽ DCC പ്രസിഡന്റ് ഒ. അബ്ദുറഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PR സന്തോഷ് അധ്യക്ഷനായിരുന്നു. ജെയിംസ് പല്ലിശ്ശേരി, ജോസ് ചാണ്ടി തുടങ്ങിയവർ സംസാരിച്ചു. പദയാത്രയ്ക്ക് PR സന്തോഷ് നേതൃത്വം നൽകി. ജൈവ പച്ചക്കറി കൃഷിയും വിൽപ്പനയുമായി കുരിയച്ചിറയിൽ ഒരു കർഷക കൂട്ടായ്മ. വിഷരഹിത പച്ചക്കറികൾ ജനങ്ങൾക്ക് നൽകുന്നതോടൊപ്പം കർഷകർക്ക് ശരിയായ വില ഉറപ്പുവരുത്തുകയാണ് ഗ്രീൻ കുരിയച്ചിറ എന്ന സംഘടന. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഈ കാലഘട്ടത്തിൽ അന്യസംസ്ഥാന പച്ചക്കറികൾക്ക് പകരം വിഷരഹിത പച്ചക്കറികൾ ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്രീൻ കുരിയച്ചിറ എന്ന കർഷക കൂട്ടായ്മയ്ക്ക് രൂപം നൽകുന്നത്. അതോടൊപ്പം ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾക്ക് കൃത്യമായ വിലയും കർഷകർക്ക് സംഘടന ലഭ്യമാക്കുന്നു. ഗ്രീൻ കുരിയച്ചിറയിലെ അംഗങ്ങളായ 74 കർഷകർ സ്വന്തം വീട്ടിലും വാടകയ്ക്കെടുത്ത പറമ്പുകളിലുമായി ജൈവകൃഷി നടത്തുകയും ഇവിടെ വിളവെടുക്കുന്ന പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും കുരിയച്ചിറ സെന്ററിൽ വിൽപ്പന നടത്തുകയുമാണ് ചെയ്യുന്നത്. മാർക്കറ്റ് വിലയിൽ ജൈവ പച്ചക്കറി വിൽപ്പന നടത്തുമ്പോൾ 5% സംഘടന ഈടാക്കുകയും ബാക്കി 95% തുകയും കർഷകന് നൽകുകയുമാണ് ചെയ്യുന്നതെന്ന് ഗ്രീൻ കുരിയച്ചിറ പ്രസിഡന്റും എൽത്തുരുത്ത് സെന്റ് അലോഷ്യസിലെ അധ്യാപകനുമായ ടോമി ഫ്രാൻസിസ് പറഞ്ഞു. പല വീടുകളിൽ നിന്നായിട്ട് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ നിരത്തി വെച്ചിട്ടുള്ളത്. അത് അവരുടെ തൂക്കം പിടിച്ചതിന് ശേഷം എല്ലാവരും ഇത് വിൽപ്പന കഴിഞ്ഞതിന് ശേഷം അവരവരുടെ ഐറ്റങ്ങൾ എത്ര പോയെന്നുള്ളതിൻ്റെ കണക്ക് നമ്മൾ എടുക്കുന്നു. കമ്പ്യൂട്ടറിൽ അതിൻ്റെ സ്റ്റോക്ക് എടുത്ത് അവർക്ക് അതിൻ്റെ വീതം കൊടുക്കുന്നു. നമ്മൾ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ മാത്രമേ ഈ സ്റ്റോളിൽ എടുക്കുന്നുള്ളൂ. അത് ഇവിടെ കൊണ്ടുവരികയും ഞങ്ങൾക്ക് കിട്ടാവുന്നത് ഏറ്റവും മാക്സിമം അവർക്ക് നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യമാണ് ഗ്രീൻ കുരിയച്ചിറയ്ക്കുള്ളത്. ചൊവ്വ, ബുധൻ, ശനി ദിവസങ്ങളിൽ വൈകിട്ട് 5 മുതൽ രാത്രി 8 വരെയാണ് കുരിയച്ചിറ സെന്ററിൽ ജൈവ പച്ചക്കറികളുടെ വിൽപ്പന. പയർ, മത്തൻ, ചേന, ചേമ്പ്, പപ്പായ തുടങ്ങിയ നാടൻ പച്ചക്കറികൾക്ക് പുറമെ പഴങ്ങളും വാങ്ങിക്കുന്നതിനായി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. കൂടാതെ ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ജൈവവളങ്ങളും വിത്തുകളും തൈകളും ഇവിടെ നിന്നും കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുന്നുണ്ട്. TCV ന്യൂസ്, തൃശൂർ. ഇപ്പോൾ കിട്ടിയ വാർത്ത. മാള കോട്ടമുറിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ഇവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. കുരുവിൽശ്ശേരി സ്വദേശി അഖിൽരാജ്, വലിയപറമ്പ് സ്വദേശി സനിൽ എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇവരെ മാള ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പരിക്കേറ്റ മറ്റൊരാളെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ അതിരപ്പള്ളിയിൽ റെക്കോർഡ് കളക്ഷൻ. ശനി ഞായർ ദിവസങ്ങളിലായി 5,29,000 രൂപയായിരുന്നു വിനോദസഞ്ചാരികളിൽ നിന്നായി പിരിഞ്ഞു കിട്ടിയത്. സ്വാതന്ത്ര്യദിനത്തിൽ മാത്രം 2,94,000 രൂപ ലഭിച്ചപ്പോൾ അത് റെക്കോർഡ് കളക്ഷനായി. വാഹനങ്ങളുടെ പാർക്കിംഗ് ഉൾപ്പെടെയായിരുന്നു ഈ തുക. വാഴച്ചാലിൽ നിന്ന് പിരിഞ്ഞു കിട്ടിയത് ഇതിനു പുറമെയാണ്. 2 ദിവസങ്ങളിലും ജനത്തിരക്കിനാൽ അതിരപ്പള്ളി വീർപ്പുമുട്ടി. വാഹനങ്ങൾ പാർക്ക് ചെയ്യാനിടമില്ലാതെ വിനോദസഞ്ചാരികൾ നട്ടം തിരിഞ്ഞു. കേരള ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓർത്തോപീഡിക്സിനെ സംബന്ധിച്ച് തൃശൂരിൽ സെമിനാർ നടത്തി. ഇടുക്കി ഹോമിയോ DMO ഡോക്ടർ വിജയാംബിക ഉദ്ഘാടനം ചെയ്തു. കോൺഫറൻസ് ഡയറക്ടർ ഡോക്ടർ സിബി വത്സലൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ കെ ഋഷി, KP അരുൺ പ്രസാദ് തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. ഡോക്ടർ R സുനിൽരാജ്, ഡോക്ടർമാരായ KM യുവൈസ്, V രതീഷ് കുമാർ, J ബോബൻ, PG ബിജു തുടങ്ങിയവർ സംസാരിച്ചു. പെരിങ്ങാട് കൂട്ടത്തോടെ എത്തിയ ചിത്രശലഭങ്ങൾ വിസ്മയമായി. കേരള വൈൽഡ് ലൈഫ് ആൻഡ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പെരിങ്ങാടുള്ള ഓഫീസിന് സമീപത്തെ 2 ഏക്കർ സ്ഥലത്താണ് 10,000 ചിത്രശലഭങ്ങൾ എത്തിയത്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഗവേഷക വിദ്യാർത്ഥികളുടെ സംഘം സ്ഥലം സന്ദർശിച്ചു. മഞ്ഞ നിറത്തിലുള്ള ചിത്രശലഭങ്ങളാണ് പെരിങ്ങാടിന്റെ സസ്യജാലങ്ങളിൽ ആവാസം തേടി എത്തിയവയിൽ ഭൂരിഭാഗവും. ഇനി വാണിജ്യം.
സ്വാമീസ് മൊബൈൽ ഗ്യാലറി മെഗാ ഷോറൂം 3 പീടികയിൽ പ്രവർത്തനം ആരംഭിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേമദാസ് ടാബ് സെക്ഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PB താജുദ്ദീൻ ആദ്യ വിൽപ്പന നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വൈസ് പ്രസിഡന്റ് T പവിത്രൻ, രഘു പുല്ലാനി, EK രമേശ്, മാനേജിംഗ് ഡയറക്ടർ PS ബാബു, ശുഭ ബാബു എന്നിവർ സംസാരിച്ചു. എല്ലാ കമ്പനികളുടെയും മൊബൈൽ ഫോണുകളും സിം കാർഡുകളും സ്വാമീസ് മൊബൈൽ ഗാലറിയിൽ ലഭ്യമാണ്. സാംസങ് ഫോണുകൾക്ക് കമ്പനി വിലയിൽ നിന്ന് 3% മുതൽ 20% വരെ വിലക്കുറവുണ്ട്. എല്ലാ മൊബൈൽ ഫോണുകൾക്കും എക്സ്ചേഞ്ച് ഓഫർ ഉണ്ടായിരിക്കുന്നതാണെന്നും മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബാബു M പാലിശ്ശേരി MLA CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. കുന്നംകുളത്തെ വിഭാഗീയ പ്രവർത്തനങ്ങളുടെ പേരിലാണ് നടപടി. ചാവക്കാട് കൊല്ലപ്പെട്ട ഹനീഫയുടെ കുടുംബത്തെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം പാർട്ടി ഏറ്റെടുക്കുമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. ഹനീഫ വധക്കേസിലെ ഒരു കുറ്റവാളിയെപ്പോലും രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നും സുധീരൻ. രക്തദാഹിയായ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് CPM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ചാവക്കാട് ഹനീഫ വധക്കേസ് അന്വേഷണം പ്രഹസനമാണെന്നും പിണറായി. തൃശൂരിൽ ഗുണ്ടാ സംഘത്തിലെ 4 പേർ അറസ്റ്റിൽ. പിടിയിലായത് നഗരത്തിൽ കവർച്ച ആസൂത്രണം ചെയ്ത 8-അംഗ സംഘത്തിലുള്ളവർ. കുത്തകകൾക്ക് ഭൂമി ദാനം ചെയ്യുന്നതിനായാണ് മോദി സർക്കാർ ഭൂമി ഏറ്റെടുക്കൽ ബിൽ നടപ്പാക്കുന്നതെന്ന് മുൻ കേന്ദ്രമന്ത്രി മണിശങ്കർ അയ്യർ. ദേശീയ വരുമാനത്തിന്റെ മുഖ്യ പങ്കും ചുരുക്കം പേരിലേക്ക് ഒഴുകുകയാണെന്നും മണിശങ്കർ അയ്യർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.